ഹലോ വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ സെൻസിൽ തന്നെയാണോ നിങ്ങൾ മനസ്സിലാക്കാറുള്ളത്? ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഇതിന് മുൻപേ വന്ന വീഡിയോയിൽ ഞാൻ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശില്പങ്ങളെല്ലാം തന്നെ പുരാണ കഥകളെ ആസ്പദമാക്കി അല്ലെങ്കിൽ പുരാണത്തിലുള്ള കഥാപാത്രങ്ങൾ മാത്രമാണെന്ന്. എന്നാൽ ഇദ്ദേഹത്തിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇദ്ദേഹം പുരാണ കഥാപാത്രമൊന്നുമല്ല, പക്ഷേ ഒരു ഫോറിനർ അല്ലെങ്കിൽ ഒരു വിദേശിയുടെ മുഖഛായയുണ്ട്. 1000 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ഒരു വിദേശിയുടെ മുഖം വന്നത്? ഒരുപക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് നമ്മൾ ആ ക്ഷേത്രം ദർശിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. മാത്രമല്ല, ഇത്തരത്തിൽ അവിടെ കാണുന്ന ഓരോ പ്രതിമകൾക്കും ഓരോ കഥകൾ പറയാനുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കഥകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സന്ദർശിക്കുന്ന ഇത്തരത്തിലുള്ള വലിയ ആരാധനാലയങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ശില്പങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മളത് കാണുന്നില്ല എന്ന് മാത്രം. ഒരു ആനയെ അതിൻ്റെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നവന് അതിൻ്റെ കരുത്ത് വളരെ നിസ്സാരമായി തോന്നും എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ കാര്യവും. ഇത്തരത്തിൽ തഞ്ചാവൂരിലെ ശിവക്ഷേത്രത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ആദ്യം കാണുന്നത് ഈ ഒരു പ്രതിമയായിരിക്കാം. ഇതിനെ ദ്വാരകപാലകർ എന്നാണ് പറയുന്നത്. ഇതുപോലുള്ള വലിയ അമ്പലങ്ങളിലെല്ലാം ദ്വാരകപാലകർ ഉണ്ട് എന്നതാണ് സത്യം. ദ്വാരകപാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഗാർഡ്സ് അല്ലെങ്കിൽ ഗേറ്റ് കീപ്പർ എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷ്യം. എന്നാൽ ഇവിടെ നിൽക്കുന്ന ഈ ദ്വാരകപാലന്മാർക്ക് ഒരു അർത്ഥമുണ്ട്. അതായത് നിങ്ങൾ കാണാൻ വന്നിരിക്കുന്ന ദൈവം എത്രയോ മഹത്വമുള്ളവനാണ് അല്ലെങ്കിൽ എത്രയോ ഉയരത്തിലുള്ളവനാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 പ്രതിമകളെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഏകദേശം 15 അടി ഉയരമാണ് ഈ പ്രതിമകൾക്കുള്ളത്. ഇത്രയും ഉയർന്ന ഈ പ്രതിമയ്ക്കുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനായി. ആദ്യം നിങ്ങൾ കാണുമ്പോൾ ഈ പ്രതിമയുടെ കാൽഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ആനയെ പൂർണ്ണമായും വിഴുങ്ങുന്ന പാമ്പിനെയാണ് നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റുന്നത്. നമുക്കറിയാം കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. എന്നാൽ ആ ആനയെ തന്നെ വിഴുങ്ങുന്ന പാമ്പ് എന്ന് പറയുമ്പോൾ ആ പാമ്പിന്റെ വലിപ്പം എത്രയായിരിക്കുമെന്ന് സങ്കല്പിക്കാമോ? ഇവിടെ ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും. കാരണം 1000 വർഷങ്ങൾക്ക് മുൻപ് കൊത്തിവെച്ചതാണ് ഈ ഒരു ശില്പം. 1000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആളുകൾക്ക് തന്നെ ഇത്രയും വലിയൊരു പാമ്പിനെ കുറിച്ച് എവിടെ നിന്ന് വിവരം കിട്ടി എന്നൊരു പക്ഷെ നമുക്ക് ആശ്ചര്യപ്പെട്ടേക്കാം. നമുക്ക് തന്നെ അറിയാം, സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതിനു ശേഷം അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമകൾ വന്നതിന് ശേഷമാണ് ഗ്രീൻ അനാക്കൊണ്ട എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഉള്ളതായി നമ്മൾ അറിയുന്നത്. അല്ലെങ്കിൽ അത്രയും വലിയ പാമ്പ് തന്നെ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ 1000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആളുകൾക്ക് ഇതെങ്ങനെ അറിയാൻ സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തന്നെയാണ്. എന്നാൽ മറ്റൊരഭിപ്രായം പറയുന്നവരുണ്ട്, ഇതെല്ലാം കാൽപ്പനികമായിട്ടുള്ള ചിത്രങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് അവർ കൊത്തിവെച്ചതാണ്. എന്ത് തന്നെയായിരുന്നാലും അന്ന് ജീവിച്ചിരുന്നവർക്ക് ആ ഒരു കൺസെപ്റ്റ് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഇത്രയും വലിയൊരു പാമ്പിനെ കാൽ ചുവട്ടിൽ ചവിട്ടി നിർത്തിയിരിക്കുകയാണ് ദ്വാരപാലകൻ. ഒരു ആനയെ വിഴുങ്ങുന്ന പാമ്പിനെ കാൽ ചുവട്ടിൽ നിർത്തി അയാൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ അയാൾ എത്ര വലിയവനാണ് എന്നൊന്ന് സങ്കല്പിച്ച് നോക്കുക. ഞാൻ പറയുന്നത് സൈസ് വെച്ചാണെങ്കിൽ അങ്ങനെ. ഇത്രയും വലിയൊരു പാമ്പിനെ ചവിട്ടി നിൽക്കുന്നവനും അത്രയും വലിയവനായിരിക്കണം. എന്നാൽ ആ വലിയവനാകട്ടെ ചെയ്യുന്ന ജോലി എന്താണ്? കാവൽ ജോലിയാണ്. അതായത് സെക്യൂരിറ്റി ഗാർഡാണ്. അതായത് ഇത്രയും വലിയൊരാൾ സെക്യൂരിറ്റി ആയിട്ട് പുറത്ത് നിൽക്കണമെങ്കിൽ അകത്തിരിക്കുന്ന യജമാനൻ എത്ര വലിയവനായിരിക്കണം അല്ലെങ്കിൽ എത്ര മഹത്വമുള്ളവനായിരിക്കണം എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഇത് കേൾക്കുന്ന നിങ്ങളിൽ ചിലർ നെറ്റിയൊന്ന് ചുളിച്ചേക്കാം. നീ എന്ത് പോങ്ങത്തരമാണ് ഈ വിളിച്ചു പറയുന്നത് എന്ന് തോന്നിയേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആനയെ അതിൻ്റെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുന്നവന് അതിൻ്റെ ബലം ഒന്നുമല്ല എന്ന് തോന്നിയേക്കാം. മാത്രമല്ല ഈ ദ്വാരകപാലകന് 4 കൈകളാണുള്ളത്. ഈ കൈകൾക്കുമുണ്ട് ഓരോ അർത്ഥങ്ങൾ. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് തന്നെ വലത് കൈയാണ്. കാരണം ഞാൻ എന്തൊക്കെയോ ആണ് എന്ന ഭാവത്തിലായിരിക്കണം ഒരുപക്ഷെ നിങ്ങൾ ആ അമ്പലം ദർശിക്കുന്നത്. അങ്ങനെ എത്തുന്ന നിങ്ങൾ ഈ ദ്വാരപാലകന്റെ മുന്നിലെത്തുന്നു. അവിടെ നിങ്ങളോട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ താഴേക്ക് നോക്കുക, നിങ്ങൾ എത്ര ചെറിയവനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം. ഇനി ഇദ്ദേഹത്തിൻ്റെ വലത് കൈ നോക്കുക. നമ്മൾ ഒന്നുമല്ല എന്ന് ആദ്യം പറഞ്ഞ ഇദ്ദേഹം പറയുന്നു, അകത്തിരിക്കുന്നവനാണ് ഏറ്റവും വലിയവൻ, മുകളിലേക്കൊന്ന് നോക്കൂ എന്നാണ് അത് വ്യക്തമാക്കുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ മറ്റ് 2 കൈകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ തത്വം ഇതെല്ലാം എന്ത് അല്ലെങ്കിൽ ഇതൊക്കെ എന്ത് എന്നുള്ള മട്ടിലാണ് ആ കൈ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഇത്രയും കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന നമ്മളോട് അദ്ദേഹം മറ്റൊരു കൈ കൊണ്ട് പറയുകയാണ്, അല്ല ഇനി ഇങ്ങനെ നോക്കി നിന്നാൽ മതിയോ, അകത്തേക്ക് ചെല്ല് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ അടുത്ത കൈ നിങ്ങൾക്ക് കാണാം. സത്യത്തിൽ ഞാൻ ഈ പറഞ്ഞ വിശേഷണങ്ങളെല്ലാം ആ ഒരു പ്രതിമയ്ക്കുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില രേഖകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാകും. അല്ലെങ്കിൽ ഒരു ശില്പിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാമായിരിക്കാം.
ഇനിയാണ് ഞാൻ പറഞ്ഞിരുന്ന ആ ഒരു വിദേശിയുടെ മുഖം വരുന്നത്. ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തുള്ള ഗോപുരത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇദ്ദേഹത്തിന്റെ മുഖം കൊത്തിവെച്ചിരിക്കുന്നത്. എന്നാൽ 1000 വർഷം പഴക്കമുള്ള ഈ ഒരു ക്ഷേത്രത്തിൽ, അതും പുരാണങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ശില്പങ്ങളിൽ എങ്ങനെ ഇദ്ദേഹത്തിന്റെ മുഖം വന്നു എന്നത് നമ്മൾക്ക് ഇന്നും അറിവില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിൽ ഇന്നും ഡിബേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെ പറഞ്ഞവരുടെ കൂട്ടത്തിൽ നിന്നുമാണ് ഈ ഒരു ക്ഷേത്രം തന്നെ പണിഞ്ഞത് ഏലിയൻസ് ആണ് എന്നൊരു തിയറി വന്നത്. കാരണം ഭാവി മുൻകൂട്ടി കാണാനുള്ള കഴിവ് ഏലിയൻസിന് മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ 1000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ വരാനിരിക്കുന്ന മനുഷ്യരുടെ മുഖം അവർ കണ്ടു എന്നും അതിവിടെ കൊത്തിവെച്ചു എന്നുമാണ് അവർ പറയുന്നത്. കടൽ കടന്ന് യുദ്ധം ചെയ്ത് അവിടെയുള്ള നാടുകളെല്ലാം പിടിച്ചടക്കിയിരുന്ന ഒരു രാജാവായിരുന്നു രാജരാജ ചോളൻ. ഇത്തരത്തിൽ അദ്ദേഹം ചൈന എന്ന വൻ രാജ്യത്തെയും കീഴ്പ്പെടുത്തിയിരുന്നു. മാത്രമല്ല ചോള വംശത്തിന്റെ തലസ്ഥാനമായിരുന്നു ചൈന എന്നും ചരിത്രരേഖയിൽ പറയുന്നുണ്ട്. ഏകദേശം ഈ ഒരു മുഖം കാണാൻ ചൈനക്കാരൻ്റേത് പോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ഒരു ചൈനക്കാരന്റെ മുഖമായിരിക്കാം, അല്ലെങ്കിൽ ചൈനയിൽ അദ്ദേഹത്തിന് അത്രയും വിശ്വാസമുള്ള ഏതോ ഒരാളിന്റെ മുഖമായിരിക്കണം ഇത്. അതിനാൽ തന്നെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടിരുന്ന ആ ഒരു ചൈനക്കാരന്റെ മുഖം അദ്ദേഹം ക്ഷേത്രം പണിഞ്ഞപ്പോൾ അത് ഓർമ്മയ്ക്ക് വേണ്ടി ഇവിടെ കൊത്തിവെപ്പിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർ പറയുന്നതാകട്ടെ ഇദ്ദേഹത്തിന്റെ മുഖം കാണാൻ ചൈനക്കാരൻ്റേത് പോലാണെങ്കിലും ഇദ്ദേഹം വെച്ചിരിക്കുന്ന തൊപ്പി യൂറോപ്യൻ ശൈലിയിലുള്ളതാണ്, ഒരു യൂറോപ്യൻ ആവാനാണ് സാധ്യത എന്ന് ചിലർ. എന്നാൽ ഈ 2 തിയറികളും തെറ്റായിരുന്നു. കാരണം ഈ ഒരു ശില്പം നിർമ്മിച്ചിട്ടുള്ളത് രാജരാജ ചോളനല്ല എന്ന് വ്യക്തം. നമുക്കറിയാം രാജരാജ ചോളൻ നിർമ്മിച്ച ശില്പങ്ങളെല്ലാം തന്നെ ഗ്രാനൈറ്റ് കല്ലിൽ തീർത്തതായിരുന്നു. എന്നാൽ ഈ ഒരു ശില്പമാകട്ടെ ചുണ്ണാമ്പ് കല്ലിൽ തീർത്തതാണ്, അല്ലെങ്കിൽ ചുണ്ണാമ്പ് കൊണ്ട് പൂശിയ നിലയിലാണ് ഇന്നും കാണപ്പെടുന്നത്. സോ അങ്ങനെ ഇരിക്കെ വീണ്ടും ആ ചോദ്യം ഉയർന്നു വന്നു, അപ്പോൾ പിന്നെ ആരായിരിക്കാം ഈ ഒരു പ്രതിമ നിർമ്മിച്ചത്? അങ്ങനെ ഇരിക്കെയാണ് മറ്റൊരു തിയറി വരുന്നത്. ഒരുപക്ഷെ നായക്കർ വംശത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം ഇത് നിർമ്മിച്ചതെന്ന് ചിലർ. കാരണം 17-ാം നൂറ്റാണ്ടിൽ തഞ്ചാവൂർ ഭരിച്ചിരുന്നത് രഘുനാഥ നായക്കർ എന്ന വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിന് ഡെൻമാർക്ക് എന്ന രാജ്യവുമായിട്ട് കച്ചവട ബന്ധം സ്ഥാപിക്കാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തതാകട്ടെ ഒരു ഡച്ച് ക്യാപ്റ്റനായിരുന്ന റോളൻഡ് ക്രേപ്പ് എന്ന് പറയുന്ന ആളായിരുന്നു. രാജാവിന്റെ ആഗ്രഹപ്രകാരം ഡെൻമാർക്ക് എന്ന രാജ്യവുമായി കച്ചവട ബന്ധം സ്ഥാപിക്കുകയും മാത്രമല്ല തരംഗമ്പാടിയിൽ ഒരു കച്ചവട കേന്ദ്രം തന്നെ തുടങ്ങാനും സാധിച്ചത് ഈ ഒരു ഡച്ച് ക്യാപ്റ്റന്റെ സഹായത്തോടു കൂടി ആയതിനാൽ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ആ ഒരു ഡച്ച് ക്യാപ്റ്റന്റെ മുഖം ഈ ഒരു ക്ഷേത്രത്തിൽ കൊത്തിവെക്കപ്പെട്ടു എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇവയെല്ലാം പൊളിച്ചുകൊണ്ട് ഒരു പുതിയ തിയറി നിലവിൽ വന്നു, അതും തെളിവുകളോടെ. ഇത് നിർമ്മിച്ചത് നായക്കർ വംശജനുമല്ല, രാജരാജ ചോളനുമല്ല, ഏലിയൻസുമല്ല, നമ്മുടെ ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. 1871 പുറത്തു വന്ന എ മെമോയർ ഓൺ ഇന്ത്യൻ സർവേസ് എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ വിവരിക്കുന്നുണ്ട്. 1800കളുടെ അവസാന നാളുകളിൽ ബ്രിട്ടീഷ് കേണലായിരുന്ന വില്യം ലാംപ്ടണ് ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ബ്രിട്ടീഷ് ഇന്ത്യയുടെ മാപ്പ് തയ്യാറാക്കുക. ഇതിനായി തന്നെ അദ്ദേഹം സർവേ നടത്താൻ ആരംഭിക്കുന്നു. അതിനായി തന്നെ ലണ്ടനിൽ നിന്ന് വിലപിടിപ്പുള്ള ഏകദേശം 450 കിലോ ഭാരം വരുന്ന തിയോഡലൈറ്റ് എന്ന ഇൻസ്ട്രുമെന്റിനെയും ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ അദ്ദേഹം തെക്ക് നിന്നും സർവേ ചെയ്യാൻ ആരംഭിക്കുന്നു. ഉയരം കൂടിയ പ്രദേശങ്ങൾ തിരഞ്ഞെടുത്ത് അവയിൽ നിന്നുമായിരുന്നു ഇദ്ദേഹം സർവേ നടത്തിയിരുന്നത്. ഇത്തരത്തിൽ തഞ്ചാവൂരിൽ വന്ന അദ്ദേഹം ആദ്യം ഉയരം കൂടിയ പ്രദേശങ്ങൾ നോക്കി സർവേ നടത്താൻ ആരംഭിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു. കുറച്ചുകൂടി ഉയർന്ന സ്ഥലം വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. തഞ്ചാവൂരിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥലമെന്ന് പറയുന്നത് ഈ ബൃഹദീശ്വര ക്ഷേത്രമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ മുകളിൽ വെച്ച് തന്നെ തനിക്ക് സർവേ നടത്തണമെന്ന ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. ഇതിനായി തന്നെ 450 കിലോഗ്രാം ഭാരം വരുന്ന ആ ഒരു തിയോഡലൈറ്റിനെ ഈ ഗോപുരത്തിന്റെ മുകളിൽ വലിച്ചു കയറ്റാനായി ഇദ്ദേഹം ആജ്ഞ നൽകുന്നു. ഏകദേശം പൂർണ്ണതയിലെത്തുന്ന ആ സമയം തന്നെ കയർ വിട്ട് ഈ തിയോഡലൈറ്റ് താഴേക്ക് പതിക്കുന്നു. താഴേക്ക് വന്ന് പതിക്കുന്നതിനിടയിൽ ഗോപുരത്തിന്റെ ഒരു ഭാഗത്തിൽ ചെറിയൊരു പൊട്ടലുണ്ടാക്കി ഇത് താഴേക്ക് വന്ന് പതിക്കുന്നു. ആ ഇൻസ്ട്രുമെന്റ് നശിച്ചു പോകുന്നു. ഇത്രയും വിലപിടിപ്പുള്ള ഇൻസ്ട്രുമെന്റിനെ ഉടൻ തന്നെ ബാംഗ്ലൂരിലേക്ക് സർവീസിന് പറഞ്ഞു വിട്ട ശേഷം ഇദ്ദേഹം നോക്കുന്നു, ക്ഷേത്രമാണ്, അത്രയും സെൻസിറ്റീവുമാണ്, താനായിട്ട് അതിനെ നശിപ്പിച്ചു എന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് നിലനിൽപ്പില്ല എന്ന് ഭയന്ന അദ്ദേഹം അതിനെ നന്നാക്കാൻ തന്നെ തീരുമാനിച്ചു. ഉടൻ തന്നെ അടുത്തുള്ള ശില്പികളെയും അവിടേക്ക് കൊണ്ടുവന്നു. പക്ഷേ അവിടെ ശരിക്കും എന്തായിരുന്നു കൊത്തി വെച്ചിരുന്നതെന്ന് ആർക്കും ഓർമ്മയില്ല. ഇനി എന്താണ് അവിടെ കൊത്തി വെക്കേണ്ടതെന്നും ആർക്കും അറിയില്ല. അങ്ങനെ കുറച്ചു നേരം ആലോചിച്ച ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ മറ്റൊന്നും കൊത്തിവെക്കേണ്ട, തൻ്റെ രൂപം തന്നെ അവിടെ കൊത്തിവെച്ചാൽ മതിയെന്ന് ഇദ്ദേഹം ആജ്ഞ നൽകുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ 1000 വർഷം പഴക്കമുള്ള ആ ഒരു ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ഒരു തൊപ്പി വെച്ച യൂറോപ്പുകാരൻ്റെ മുഖം വന്നത് എന്നതിന് തിരശ്ശീല വീഴുന്നു. സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്ന കാലഘട്ടമായിരുന്നു അത് എന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രതിമകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരിടത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഏതെങ്കിലും ഒരു ആൺ പ്രതിമ ഇരിക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു ആണിനെ പ്രതിനിധീകരിച്ചിരിക്കുന്ന ഒരു പ്രതിമയ്ക്ക് ചുറ്റും അവർക്ക് ദാസിയായി നിൽക്കുന്ന പെണ്ണുങ്ങളെ കാണാൻ സാധിക്കില്ല. എന്നാൽ ഈ വെള്ളക്കാരൻ്റെ പ്രതിമയ്ക്ക് ചുറ്റും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ദാസിമാരെ നിങ്ങൾക്ക് കാണാം.
ഇത്തരത്തിൽ ദാസി സമ്പ്രദായം കൊണ്ട് നടന്നിരുന്ന ഒരു രാജാവായിരുന്നില്ല രാജരാജ ചോളൻ. അദ്ദേഹം സ്ത്രീകളെ വളരെയധികം മാനിച്ചിരുന്നു, അല്ലെങ്കിൽ ബഹുമാനിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇതുകൊണ്ടും തീരുന്നില്ല ഇവിടുത്തെ സവിശേഷതകൾ. കാരണം ഈ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ ശില്പങ്ങളോടൊപ്പം തന്നെ ഏറ്റവും വിശേഷപ്പെട്ടതാണ് ഇവിടുത്തെ പെയിന്റിങ്സും. വളരെ ആക്സിഡന്റലായിട്ട് കണ്ടുപിടിച്ച ഒരു കാര്യമാണെങ്കിൽ പോലും വളരെയധികം ഞെട്ടിക്കുന്നതും ഇന്നും ശാസ്ത്ര ലോകത്തിന് ഉത്തരമില്ലാത്ത ഒരു ചോദ്യവുമാണ് ഇവിടുത്തെ പെയിന്റിങ്സ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റിംഗ് അല്ല അവരെ അത്ഭുതപ്പെടുത്തിയത്, ആ പെയിന്റിങ്ങിന് പിന്നിലെ സയൻസ് അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ ടെക്നിക്കായിരുന്നു ഇന്നത്തെ കാലത്ത് പോലും അത്ഭുതമുണ്ടാക്കിയത്. 1000 വർഷങ്ങൾക്ക് മുൻപ് ഈ മനുഷ്യർ എങ്ങനെ ഇത് ചിന്തിച്ചിരുന്നു എന്നാണ് ശാസ്ത്രലോകത്തിന് ഇന്നും പിടികിട്ടാത്ത കാര്യം. 1931 അന്നാമല യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറായിരുന്ന ഗോവിന്ദസ്വാമി ആയിരുന്നു ശരിക്കും ഇത് ആദ്യമായി കണ്ടെത്തുന്നത്. ചോള വംശത്തെക്കുറിച്ചും ചോള വംശത്തിന്റെ ഭരണ രീതികളെക്കുറിച്ചുമൊക്കെ ഇദ്ദേഹത്തിന് വലിയ കൗതുകമുണ്ടായിരുന്നു. ചോളവംശത്തിനോട് അത്രയേറെ ആരാധന തോന്നിയിരുന്ന ഈ വ്യക്തി ഈ ക്ഷേത്രം സ്ഥിരമായി സന്ദർശിക്കുമായിരുന്നു. പല കാര്യങ്ങളും ഇദ്ദേഹം ഇവിടെ നിന്ന് കണ്ടെത്തി. അപ്പോൾ അദ്ദേഹം തന്നെ സ്വയം ചിന്തിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, ശില്പങ്ങളെ ഇത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ കലകളെ അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഈ രാജാവിന് എന്തുകൊണ്ട് പെയിന്റിങ്സിൽ താല്പര്യമില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ചോള വംശത്തിൻ്റെ പെയിൻറ്റിങ്സ് കണ്ടെത്താനായി തന്നെ ആ ക്ഷേത്രം സ്ഥിരം സന്ദർശിക്കാൻ തുടങ്ങി. ഇത്തരത്തിൽ അദ്ദേഹം ആദ്യം കുറേ പെയിൻറ്റിങ്സ് കണ്ടെത്തി. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു, ഈ പെയിൻറ്റിങ്സ് ഒന്നും തന്നെ ചോള വംശത്തിൻ്റെ കാലഘട്ടത്തിലുള്ളതല്ല, അല്ലെങ്കിൽ ഇത് നായക്കർ വംശത്തിൽപ്പെട്ട ആളുകളുടെ പെയിൻറ്റിങ്സ് ആയിരുന്നു എന്ന്. ഇങ്ങനെ കൗതുകത്തോടുകൂടി അദ്ദേഹം ഒരു പെയിൻറ്റിങ് നോക്കി നിൽക്കെ അതും ഇദ്ദേഹം തിരിച്ചറിയുന്നു നായക്കർ വംശത്തിൽപ്പെട്ടതാണ് ഈ പെയിൻ്റെന്ന്. അദ്ദേഹം ആ ഒരു നിരാശയിൽ ആ പെയിൻറ്റിങ്ങിൽ ഒരു ഇടി വെച്ചു കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു പെയിൻറ്റിങ് പൊടിഞ്ഞ് താഴേക്ക് വീണുന്നു. അതിൻ്റെ പിന്നിലായി ഇദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് മറ്റൊരു പെയിൻറ്റിംഗ് ആയിരുന്നു. അത്ഭുതത്തോടെ ഇദ്ദേഹം അത് നോക്കുകയാണ്. കാരണം ഇതായിരിക്കാം ഒരുപക്ഷെ ചോളവംശത്തിൻ്റെ പെയിൻറ്റിംഗ്. ഇത് പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നായക്കർ അതിൻ്റെ മുകളിൽ മറ്റു ചിത്രം വരച്ചു ചേർക്കുകയായിരുന്നു. ഒട്ടും താമസിച്ചില്ല, ഇദ്ദേഹം ആ പെയിൻറ്റിങ്ങിൽ തന്നെ റിസർച്ച് ആരംഭിക്കുന്നു. അങ്ങനെ ഇദ്ദേഹം കണ്ടെത്തുന്നു 1000 വർഷമെങ്കിലും ഇതിന് പഴക്കമുണ്ടെന്ന്. 1000 വർഷം പഴക്കമുണ്ടായിരുന്നിട്ടും ഒരു പെയിൻറ്റിംഗ് ഇതിൻ്റെ മുകളിൽ വരച്ചു ചേർത്തിട്ട് പോലും അതിൻ്റെ ക്ലാരിറ്റിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനാലിറ്റിയിൽ തെല്ല് വ്യത്യാസം വന്നിട്ടില്ല. ഇദ്ദേഹം ആ ഒരു ടെക്നിക്ക് എന്താണെന്ന് ആലോചിച്ചു. അങ്ങനെ അദ്ദേഹം കണ്ടെത്തുന്നു, കരിങ്കല്ലിൽ ചുണ്ണാമ്പ് തേക്കുക. ഈ ചുണ്ണാമ്പ് ഉണങ്ങുന്നതിന് മുൻപ് തന്നെ അതിൽ ചായങ്ങൾ ചേർക്കുക അല്ലെങ്കിൽ ചിത്രങ്ങൾ വരയ്ക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വർഷങ്ങൾ അല്ല നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരുന്നാലും ആ ചിത്രം അതുപോലെ തന്നെ നിൽക്കും. ഒരുപക്ഷെ 1930കളിലായിരുന്നു ഈ ഒരു ടെക്നിക്ക് തന്നെ കണ്ടെത്തുന്നതും ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന പെയിന്റ് എന്ന് പറയുന്ന ടെക്നിക്ക് പോലും ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. പക്ഷേ 1000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അന്നത്തെ മനുഷ്യർ ഇത് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അവരെന്താണ് നമ്മൾ വിളിക്കേണ്ടത്? പക്ഷേ ഇത്തരത്തിൽ ചുണ്ണാമ്പിൽ ചിത്രങ്ങൾ വരച്ച് ചേർക്കുമ്പോൾ അവർക്ക് ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. ചുണ്ണാമ്പിന് ഒരു പ്രത്യേകതയുണ്ട്, 24 മണിക്കൂർ കൊണ്ട് അത് സെറ്റാകും. സെറ്റായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെയിന്റ് കൊണ്ട് എന്ത് ചെയ്തിരുന്നാലും അത് വികൃതമാകും. അതായത് പെയിന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് സാരം. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ചിത്രങ്ങൾ വരച്ചു ചേർക്കണമെങ്കിൽ ആകെ അവർക്ക് മുന്നിലുണ്ടായിരുന്നത് 24 മണിക്കൂർ സമയമായിരുന്നു. ചിത്രങ്ങൾ എന്താണ് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ 1-2 ചിത്രങ്ങളല്ല, മാത്രമല്ല 1-2 സെൻറ്റിമീറ്ററോ 1-2 അടിയുമുള്ള ചിത്രങ്ങളായിരുന്നില്ല. 25-30 അടിയുള്ള അല്ലെങ്കിൽ അത്രയും ഭീമമായിട്ടുള്ള പെയിൻറ്റിങ്സ് ആയിരുന്നു. ഈ പെയിൻറ്റിങ്ങുകളെല്ലാം തന്നെ 24 മണിക്കൂർ സമയം കൊണ്ട് വരച്ച് തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയൻ ടാസ്ക് തന്നെയായിരുന്നു. മാത്രമല്ല പല ഇടനാഴികളിലായിരുന്നു ഈ ഒരു ചിത്രം വരയ്ക്കുന്നത്. ഒരു ആനയുടെ ചിത്രം തന്നെ നമുക്കെടുക്കാം. 30 അടിയോളം ഉയരമുള്ള അല്ലെങ്കിൽ 30 അടിയോളം വീതി വരുന്ന ഒരു ആനയുടെ ചിത്രമാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ പുറകിലേക്ക് വന്ന് അത് വരച്ചത് ശരിയാണോ എന്ന് ഒത്തു നോക്കേണ്ടതായി വരും. എന്നാൽ ഈ ചെറിയ വഴികളിൽ അവർക്ക് ആകെ ഉണ്ടായിരുന്ന വീതി എന്ന് പറയുന്നത് 6 അടിയോ 10 അടിയോ ആയിരുന്നു. ഈ ഒരു 6 അടി വീതിയിൽ ചിത്രങ്ങൾ വരച്ച് പുറകിലേക്ക് വന്ന് അത് ശരിയായോ എന്ന് നോക്കി വീണ്ടും അതിൻ്റെ ബാക്കി വരയ്ക്കുക. മാത്രമല്ല 24 മണിക്കൂറായിരുന്നു ഇതിന് വേണ്ടി വരുന്ന സമയം. സോ ഈ 24 മണിക്കൂർ കൊണ്ട് ഈ ചുണ്ണാമ്പ് കല്ലിൽ ഇത്രയും വലിയ ചിത്രങ്ങൾ വരച്ച് ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയൻ ടാസ്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല ഇന്ന് ഒരുപക്ഷെ എത്ര വലിയ കലാകാരനായിരുന്നാലും അതൊരു വെല്ലുവിളി തന്നെയായിരിക്കും. ഇവിടുത്തെ പെയിൻറ്റിങ്സ് അത്ഭുതമാണെങ്കിൽ തന്നെ ഈ പെയിൻറ്റിങ്സിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും വളരെയധികം അത്ഭുതം നിറഞ്ഞതാണ്. അതായത് നിറങ്ങൾ, ചായങ്ങൾക്ക് പകരമായി ഇവർ ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ ചായങ്ങൾ ഉണ്ടാക്കാനായി ഇവർ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ വീടുകളിൽ തന്നെ കാണുന്ന പല വസ്തുക്കളായിരുന്നു. ഒരുപക്ഷെ ഒരു ഉദാഹരണം പറഞ്ഞാൽ മഞ്ഞൾ പൊടിച്ചതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ പൊടിച്ചതോ ഇലകൾ, ഇതൊക്കെയായിരുന്നു. ഇത്തരത്തിലുള്ള നാച്ചുറലായിട്ടുള്ള വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചായിരുന്നു
ആ പെയിൻറ്റിങ്സ് തന്നെ അവർ വരച്ചിരുന്നത്. വെറുമൊരു വലിയ ഗോപുരമോ അല്ലെങ്കിൽ വലിയൊരു ക്ഷേത്രമോ എന്നുള്ള രീതിയിൽ മാത്രമല്ല നമ്മൾ ഈ ഒരു ക്ഷേത്രത്തെ നോക്കി കാണേണ്ടത്. ഇത്തരത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് സംഗതികൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രതിമകൾ കാണാറുണ്ട്. എന്നാൽ ഈ പ്രതിമകൾക്ക് ശ്വസിക്കാനായി മൂക്കിൽ ദ്വാരം, മാത്രമല്ല ഒരു ചെറിയ പുൽക്കൊടി മാത്രം കടന്നു വരുന്ന തരത്തിലുള്ള ദ്വാരങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ്. ഇന്നത്തെ ഏറ്റവും മോസ്റ്റ് എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ചെറിയൊരു ബിറ്റ് ഉപയോഗിച്ച് നമുക്കൊരു ചെറിയൊരു ഹോൾ നിർമ്മിക്കാം. പക്ഷേ 1000 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള ബിറ്റുകളും ഇല്ലായിരുന്നു, മെഷീനും ഇല്ലായിരുന്നു. എല്ലാം കൈകൊണ്ട് തന്നെ അത്രയും നേർത്ത ഒരു സുഷിരം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതത്തോട് അത്ഭുതം തന്നെയാണ്. ഇനിയെങ്കിലും നിങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് കൂടി സന്ദർശിക്കുക. ഇവിടെ എന്നല്ല, എവിടെ സന്ദർശിച്ചിരുന്നാലും ഇതുപോലെ 1000 കഥകൾ അവിടെയുള്ള കൽപ്രതിമകൾക്ക് പറയാനുണ്ടാകും. അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ എന്താണോ സന്ദർശിക്കുന്നത് അവിടെയുള്ള ആ ഒരു സംഭവത്തിന് പറയാനുണ്ടാകും. അത്തരത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തല്ല, അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ആ ഒരു കഴിവ്, കാഴ്ചപ്പാട്, അവരുടെ ടാലൻ്റൊക്കെ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇവിടെ എങ്ങും തീരുന്നില്ല തഞ്ചാവൂരിലെ വിശേഷങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം തഞ്ചാവൂർ എന്നൊരു ടോപ്പിക്കുമായിട്ട് ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ വീഡിയോ ആണ്, ഇതിനെ മാത്രം പറയാൻ തഞ്ചാവൂരിലുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാനായി നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഒന്ന് സന്ദർശിച്ച് നോക്കുക. 1 അല്ല 3 അല്ല 1000 വീഡിയോകൾക്കുള്ള അല്ലെങ്കിൽ 1000കണക്കിന് വീഡിയോകൾക്കുള്ള ടോപ്പിക്ക് ആ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാകും. എന്ത് തന്നെ ആയിരുന്നാലും മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.